പ്രായമാകുമ്പോൾ മക്കൾക്ക് അമ്മമാരോടുള്ള ബഹുമാനവും സ്നേഹവും കുറഞ്ഞു പോകുമോ? വാർദ്ധക്യത്തിലെത്തിയ ചുളിവ് വീണ അമ്മയുടെ കയ്യിൽ നിന്നും ഒരുരുള ചോറ് നിങ്ങൾ വാങ്ങി കഴിക്കുമോ എന്നുള്ള കാതലായൊരു ചോദ്യം ഈ അടുത്തിടെ എവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. ശിശുവായിരുന്നപ്പോൾ സ്നേഹവും ബഹുമാനവും അമ്മയോടുണ്ടായിരുന്നു, അമ്മയ്ക്ക് തിരിച്ചു. എന്നാൽ പ്രായമായപ്പോൾ ദൈവത്വം നിറഞ്ഞു കവിഞ്ഞപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നും അപ്പോൾ മറിയം ദൈവമാതാവ് അല്ല എന്നുമൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചില ആളുകളെങ്കിലും അല്ലെങ്കിൽ ചില ഉപദേശങ്ങളെങ്കിലും നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു ചിന്തയ്ക്ക് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നത്. ഇപ്രകാരം ഒരു ഭാഷണ്ഡത സഭയിൽ ആദ്യം വന്നത് 5-ാം നൂറ്റാണ്ടിലാണ്. നെസ്തോർ എന്നയാളാണ്. 431 കൂടി എഫേസോസിന്റെ നെസ്തോറിന്റെ ഭാഷണ്ഡതയെ ശപിച്ചു തള്ളി. ഓർക്കുക, സഭ ഒന്നായിരുന്ന ഒരവസരത്തിൽ എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, മറിയം ദൈവമാതാവെന്ന് സ്പഷ്ടമായി ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു എന്ന്. പിന്നീട് അതിനൊരു വിഘാതം ഉണ്ടായിട്ടില്ല. ഇനി വേദഗ്രന്ഥത്തിലേക്ക് വരിക. ആരാണ് മറിയം ദൈവമാതാവെന്ന് ആദ്യം പറഞ്ഞത്? അത് സ്നാപക യോഹന്നാന്റെ അമ്മയായ എലിസബത്ത് ആയിരുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ആളായ, പൗരോഹിത്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായ സക്കറിയാവിന്റെ മകനായ എലിസബത്ത് ഇപ്രകാരം പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരുവാനുള്ള ഭാഗ്യം. അവിടെ പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ബൈബിൾ എഴുതപ്പെട്ട മൂലഭാഷയിൽ കുറിയോസ് എന്നാണ്. കുറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം സുപ്രീം അതോറിറ്റി എന്നാണ്. മറിയം പ്രസവിച്ചത് ഈ സുപ്രീം അതോറിറ്റിയെ തന്നെയാണ്. ആരെയാണ് എന്നൊരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇനി രണ്ടാമത് ഇതിനൊരു മറുപടി പറയുന്നത് വളരെ രസകരമായി നമുക്ക് തോന്നിയേക്കാം. ആ മറുപടി പറയുന്നയാൾ ലോകമെങ്ങുമുള്ള പ്രൊട്ടസ്റ്റന്റ് പഠിതാക്കളുടെ പിതാവായ തലത്തൊട്ടപ്പനായ മാർട്ടിൻ ലൂതറാണ്. അദ്ദേഹം പറയുന്നത്, മറിയമിനെ കുറിച്ച് പറയുവാൻ ഉദ്ധരിക്കുന്ന വേദവാക്യം ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി അയച്ചു. ഈ വാചകം അദ്ദേഹം വോട്ട് ചെയ്തിട്ട് ഇപ്രകാരം പറയുന്നു, ഈ വചനങ്ങൾ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവ മറിയം ദൈവമാതാവാണെന്ന് അർത്ഥശങ്കയില്ലാതെ പ്രസ്പഷ്ടമാക്കുന്നു. മാർട്ടിൻ ലൂതർ, വേമർ എഡിഷൻ ഓഫ് മാർട്ടിൻ ലൂതർ വർക്ക്സ്, പേജ് 592. അമ്മ 12-ാമത്തെ വയസ്സിൽ സമയമായില്ല എന്ന് മകനെ ഓർമ്മപ്പെടുത്തിയവർ. യെരുശലേം ദേവാലയത്തിൽ വെച്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഇരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ സമയമായില്ല എന്ന് ഓർമ്മപ്പെടുത്തിയവർ. 30-ാം വയസ്സിൽ കാനാവിലെ കല്യാണത്തിന് സമയമായി എന്ന് മകനെ ഓർമ്മപ്പെടുത്തിയവർ. ഇതാണ് അമ്മ. അമ്മയ്ക്ക് മാത്രമേ അതിന് കഴിയൂ. ഈ ഒരു ചിന്തയിലൂടെ നമ്മുടെ ഉള്ളിൽ ഈ മാതൃത്വത്തിൻ്റെ ഭാവങ്ങൾ മനുഷ്യരിലും ദൈവപുത്രനിലും ഒരുപോലെയാണ് എന്ന് തെളിമയോടെ നാം തിരിച്ചറിയുകയാണ്. മാതൃദേവോ ഭവ.